അപ്പോൾ ഭഗവാന്റെ രൂപത്തിൽ വന്ന് നമ്മളോട് പറയുകയാണ്, ആ ഒരു മണ്ഡലം, മണ്ഡലകാലമല്ലേ പറയുന്നത്, ഒരു വർഷം എന്ന് പറയുമ്പോൾ ഒരു മണ്ഡലം പൂർത്തീകരിക്കണം. അപ്പൊ 324 കഴിഞ്ഞ് ഒരു 41 കൂടെ ചേരുമ്പോൾ എന്ത് പൂർത്തീകരിക്കും? ഒരു മണ്ഡലം. ഇന്ന് മണ്ഡലം അല്ലേ, മണ്ഡലകാലം ഇന്ന് 41 കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ആ ഒരു മണ്ഡലം, ഒരു വട്ടം ഭൂമി സൂര്യനെ ചുറ്റി വന്നു നിന്നു. അപ്പോൾ ആ ഒരു വർഷക്കാലത്തിനുള്ളില് നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കുമ്പോൾ ഭഗവാന്റെ അയ്യപ്പന്റെ നാമത്തിൽ അയ്യപ്പൻ പറയുന്നു, നീ നൈതിക ബ്രഹ്മചാരിയായി എന്നെ കാണുവാൻ വേണ്ടി ഒരു 41 ദിവസം നീ നിന്റെ ആത്മാവിനെയും ശരീരത്തിനെയും ഒന്ന് ശുദ്ധീകരിച്ച് ഒന്ന് ഫിൽട്ടർ ചെയ്യുക. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും കളഞ്ഞ് ഒന്ന് ശുദ്ധമാക്ക്. മനസ്സിലാവുന്നുണ്ട്? ആ ഒരു തത്വബോധത്തിൽ കൂടെയാണ് നമ്മളെ മണ്ഡലകാലത്തിൽ 41 ദിവസത്തെ വ്രതമെടുപ്പിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ സയൻസും കൂടെ കൂടും. സയൻസിൽ പറയുമ്പോൾ നമ്മുടെ ശരീരങ്ങൾ ഈ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മുടെ എടുത്ത ഒരു ഫോട്ടോയും ഇന്നത്തെ ഒരു ഫോട്ടോയും കൂടെ ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, എന്റെ ഇവിടെ ഇച്ചിരി വെളുക്കാൻ തുടങ്ങി, ഒരു പല്ല് പോകാൻ തുടങ്ങി, ഇല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. എന്താ വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. ഈ നമ്മുടെ ശരീരത്തിൽ എന്താണ് ഈ ഓരോരോ കോശങ്ങൾ, അല്ലേ മക്കളെ? ഓരോരോ കോശങ്ങൾ ചേർന്നല്ലേ നമ്മുടെ ശരീരം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ കോശങ്ങൾ നശിക്കും, അല്ലേ? അപ്പോൾ ഒരു പുതിയ കോശം നമ്മുടെ ശരീരത്തിൽ രൂപീകരിച്ചാൽ അത് നശിച്ചു പോകണമെങ്കിൽ 41 ദിവസമാണ്. അപ്പൊ ഈ 41 ദിവസം നമ്മൾ വ്രതമായി എടുക്കുമ്പോൾ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇത് നമ്മുടെ തത്വബോധമാണ്. അതേപോലെ തന്നെ ആ അയ്യപ്പസ്വാമിയുടെ ആ നിഷ്ഠ എടുക്കുമ്പോൾ അയ്യപ്പസ്വാമിയെ നമ്മൾ കാണുമ്പോൾ അയ്യപ്പസ്വാമി ചിന്മുദ്രയിലാണ് ഇരിക്കുന്നത്, അല്ലേ? ചിന്മുദ്രയിൽ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിന്മുദ്ര. എന്താണ് ചിന്മുദ്ര? നമ്മൾ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? അപ്പോൾ ഇതൊക്കെ അവിടെ പറയുന്നത്, ഈ നമ്മുടെ ഈ കൈയുണ്ട് 5 വിരല്, ഇങ്ങനെ ഇരിക്കുമല്ലേ 5 വിരല്. ഈ 5 വിരലില് ഇത് ഭഗവാൻ അയ്യപ്പനാണെന്ന് നമ്മൾ കണക്ക് കൂട്ടിയാൽ, ഇത് ഞാനാണെന്ന് ഞാൻ കണക്ക് കൂട്ടിയാൽ, ഞാൻ എന്ന് പറയാൻ നമ്മൾ, ഇത് ഈ പ്രപഞ്ചമാണെന്ന് കരുതിയാൽ, മനസ്സിലാവുന്നുണ്ടോ? നമ്മളിലെല്ലാം 3 തരം സ്വഭാവങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും. എന്തുവാ? സാത്വികം, രാജസം, താമസം. അതേപോലെ ഈ പ്രകൃതിക്കും 3 സ്വഭാവങ്ങളുണ്ട്: സാത്വികം, രാജസം, താമസം. പ്രകൃതി ക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടിക്കോണം, പ്രകൃതിക്ക് താമസമാണ്. മനസ്സിലായോ? അങ്ങനെ ഈ പ്രകൃതിയോട് കൂടിയാണ് എപ്പോഴും ആര് നിൽക്കുന്നത്? ഇതാരാ? ഇത് നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നത്? പ്രകൃതിയുടെ കൂടെ. ദൈവത്തിന്റെ കൂടെ നമ്മൾ നിൽക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളോട് ഭഗവാൻ പറയുന്നു, അപ്പോൾ നമ്മൾ കുറെ കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു, നേതി ഇതല്ല ഞാൻ ഒന്ന് വളഞ്ഞ് എന്റെ ഈ അഹങ്കാരത്തിനെ ഒന്ന് വളച്ചൊടിച്ച് ഞാൻ ആ ഭഗവാനെ ഒന്ന് പിടിച്ച് പിൻമുദ്രയില് ഇരിക്കും. മനസ്സിലാവുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി തത്വബോധങ്ങൾ നമുക്ക് അവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ പറയുന്നു, ഇതേപോലെ ഞാൻ തന്നെയാണ് നീ എന്ന ബോധത്തില് എത്തുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ആത്മാനുഭവം. മുമ്പ് പറഞ്ഞില്ലേ, ആത്മാവിനെ എങ്ങനെ അറിയാം? അപ്പോൾ ആ ആത്മാനുഭവം എങ്ങനെ ഉണ്ടാകും? തത്വമസി. 41 ദിവസത്തെ വ്രതമെടുത്ത് 18 മലയും കയറി, 18 പടിയും കയറി, അവിടെ ആ അയ്യപ്പ സന്നിധി, ആ പുണ്യപാപ കെട്ടുമൊക്കെ തലയിൽ വെച്ചിട്ട് അയ്യപ്പ സന്നിധിയിലോട്ട് കയറുമ്പോൾ അവിടെ മുകളിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? തത്വമസി, അത് നീയാകുന്നു. അതായത് നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും, ശിവക്ഷേത്രത്തിൽ പോയാൽ പറയാം അവിടെ വിഗ്രഹന്മാരാണ്, ശിവഭഗവാനാണ്, ശിവപെരുമാളാണ്, അല്ലെ? അപ്പലപ്പുഴ കൃഷ്ണന്റെ അടുത്ത് പോയാൽ പറയാം കൃഷ്ണ ഭഗവാനാണ് അകത്തിരിക്കുന്നത്, പുറത്തിരിക്കുന്നത് നമ്മൾ ഭക്തരാണ്. പക്ഷെ ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആരാണെന്ന് ആ രുദ്രാക്ഷമാല ധരിക്കുമ്പോൾ തൊട്ട് പറയുന്നു, നമ്മൾ ആരാണ്? സ്വാമി. അവിടെ പോകുമ്പോൾ നമ്മൾ സ്വാമി, അകത്തിരിക്കുന്ന സ്വാമി, ഞാനും സ്വാമി, നീയും സ്വാമി, അല്ലേ? അതാണ് അയ്യപ്പ സ്വാമി, 5 അടക്കമുള്ള അയ്യപ്പ സ്വാമി. അപ്പോൾ ഈ ആത്മാവിനെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ എന്താണ് അറിയേണ്ടത്? ഈ പ്രപഞ്ചത്തിലുള്ള പല പല ദുഃഖങ്ങളാണല്ലോ ആത്മാ ദുഃഖങ്ങൾ. നമുക്ക് 3 വിധം ദുഃഖങ്ങൾ. സച്ചിദാനന്ദ രൂപായ വിശ്വപത്യാദിഭേദവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ ഭയം നുമ.
ഭാഗവതം തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കും. എന്താണ്? സത്ത് ചിത്ത് ആനന്ദത്തോടു കൂടിയ സച്ചിദാനന്ദ രൂപനെ പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ, താപത്രയങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തിരും. ഇതാണ് താപത്രയങ്ങൾ. താപത്രയങ്ങൾ എന്ന് പറയാൻ 3 വിധം ദുഃഖങ്ങളാണ് നമുക്കുള്ളത്. എന്തൊക്കെയാണ്? ആദിഭൗതികം, ആദിദേവികം, ആധ്യാത്മികം. എന്തൊക്കെയാണ്? നമ്മൾ തന്നെ നമുക്ക് കുറെ ദുഃഖങ്ങൾ, നമ്മൾ തന്നെ ഇപ്പൊ ടെൻഷൻ, നമ്മൾ തന്നെ ദുഃഖങ്ങൾ ഉണ്ടാക്കുക. നമ്മളാൽ അവനവന്റെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന ദുഃഖം അതാണ്. അതുപോലെ തന്നെ ദൈവികമായി ഉണ്ടാകുന്ന ദുഃഖം, ആദി ഭൗതികം, ആദി ദൈവികം, ആധ്യാത്മികം. ഇങ്ങനെ 3 തരം ദുഃഖങ്ങളുണ്ട്. അതിൽ നിന്നുമൊക്കെ മോചനം നേടണം. അപ്പോൾ ഭഗവത്ഗീതയില് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. അർജുന, യുദ്ധകളത്തില് അവിടെ കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ ആ ബന്ധുമിത്രാദികളെ കണ്ടപ്പോൾ മനസ്സും ശരീരവും തളരുന്ന അവശനായി ആ രഥത്തിൽ ഇരിക്കുന്ന അർജുനൻ പറയുന്നു, അയ്യോ ഭഗവാനെ, എന്റെ കൃഷ്ണ, വയ്യേ ബന്ധുക്കളെ കൊല്ലുവാനും. ഈ ബന്ധുക്കളെയൊക്കെ കൊന്നിട്ട് ഈ രാജ്യം ഞാൻ നേടിയിട്ട് ഞാൻ എന്തെടുക്കും എന്ന് പറഞ്ഞ് തളർന്നു വീഴുന്ന അർജുനനെ അവിടെ ഉപദേശിക്കുന്നതാരാ? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം ചെയ്യുന്നുണ്ട് അല്ലെ? ആ ഗീതോപദേശത്തിൽ ഭഗവാൻ പറയുന്നു എന്താ? ആത്മാവിനെ കുറിച്ചാ പറയുന്നത്. ഇവിടെ അർജുനൻ പറയുന്നുണ്ട്, ഭഗവാനെ, ഞാൻ, എന്റെ ഗുരു, എന്റെ ആചാര്യൻ, എന്റെ സ്വന്തം ബന്ധം, അവരെയൊക്കെയല്ലേ ഞാൻ കൊല്ലേണ്ടത്. അപ്പോൾ ഇവിടെ അർജുനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയാവോ? ഭഗവത്ഗീതയിലെ 2-ാം അധ്യായമായ സാംഖ്യയോഗത്തില് 23-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കൊടുക്കുന്നു, അർജുന, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യോപ ന ശോഷയതി മാരുതാഹ. എന്താ പറയുന്നത്? അർജുന, നീ പറയുന്ന ആത്മാക്കളൊന്നും ഈ ശസ്ത്രങ്ങളാൽ മുറിക്കപ്പെടുന്നില്ല. എന്ന് പറയുന്നത്, ഈ ആത്മാവെന്ന് പറയുന്നത് ശസ്ത്രങ്ങളാൽ മുറിക്കപ്പെടുന്നില്ല, അഗ്നിയാൽ ദഹിക്കപ്പെടുന്നില്ല, പിന്നെയോ വെള്ളത്താൽ നനയ്ക്കപ്പെടുന്നില്ല, വായുവിനാൽ ഉണക്കപ്പെടുന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഈ ശരീരം മാത്രമേ ഉള്ളൂ അനിത്യമായത്. നിത്യമാണ് ആത്മാവ്. ആ ആത്മാവിന് മരണമില്ല എന്നാണ് ഭഗവാൻ അവിടെ അർജുനനെ ഉപദേശിക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? നമ്മളൊക്കെ ആരാ? അർജുനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ വിചാരിക്കും ഭഗവത്ഗീതയിലുള്ള അർജുനനോടായി. ഈ കുരുക്ഷേത്ര യുദ്ധം ഇവിടെയാണ്, നമ്മുടെ മനസ്സിനുള്ളിലാണ്. അവിടെ നടക്കുന്ന ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണത്. നമ്മൾക്കുള്ള തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ആ ഭഗവാൻ അർജുനനോട് പറയുന്നു, അർജുന, നീ ഒരു സ്ഥിതപ്രജ്ഞനാകണം. എങ്ങനെ അപ്പൊ അർജുനനെ ഇതെല്ലാം കേട്ടിട്ട് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അർജുനൻ ചോദിക്കുന്നു, ഭഗവാനെ, എന്താണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ, മഹാക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ക്ഷേത്രത്തിന്റെ ഇത് ദീപസ്തംഭമില്ലേ? ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഇതേതാ വിളക്ക്? അതിന് പറയുന്നത് ദീപസ്തംഭം എന്ന്. ആ ദീപസ്തംഭത്തിന്റെ ചുവട്ടിലോട്ട് നോക്കാറുണ്ടോ? ഒന്ന് നോക്കിക്കേ. ഈ ദീപസ്തംഭത്തിന്റെ ചുവട്ടിലോട്ട് നോക്കിയാൽ ആരാണ് അവിടെ ഇരിക്കുന്നത്? അല്ലേ? അപ്പോൾ ഇവിടെ ഭഗവാൻ അർജുനനോട് പറഞ്ഞു, അർജുന, നീ സ്ഥിതപ്രജ്ഞനാകണം. അപ്പോൾ അർജുനൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഭഗവാനെ എന്ന് പറയുമ്പോൾ, സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ, അർജുന, നീ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ചെവി എങ്ങോട്ടായിരിക്കുന്നത്? 2 ലൗഡ് സ്പീക്കർ ആയിട്ട് തെക്കും വടക്കും അല്ലേ? ഇവിടെ വായ, മൂക്ക്, പഞ്ചേന്ദ്രിയങ്ങള്. ഈ 5 ഇന്ദ്രിയങ്ങൾ എങ്ങോട്ടിരിക്കുക? പുറത്തോട്ട് നോക്കിയിട്ട് ഈ പ്രകൃതിന്റെ സുഖാഭോഗങ്ങളെ അന്വേഷിച്ച് നടക്കുവോ അല്ലേ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തു, അർജുന, നീ നിന്റെ ആ 5 ഇന്ദ്രിയങ്ങളെ നീ ഉള്ളിലോട്ടെടുക്കൂ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് കൂർമ്മം ചെയ്യുന്നത്. ഈ കൂർമ്മത്തിന് അവിടെ വെച്ചിരിക്കുന്നത്, ഈ ക്ഷേത്രത്തിലോട്ട് കയറുന്നതിന് മുമ്പ് ആദ്യം നമ്മളെ അടക്കിയിട്ട് ആ ഭഗവതിയെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കും. അപ്പോഴേ അവിടെ പോയി ജീവാത്മാവ് പരമാത്മാവില് നമുക്ക് മോക്ഷം ലഭിക്കാൻ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? നീ നിന്റെ 5 ഇന്ദ്രിയങ്ങളെയും അടക്കിയിട്ട് നിന്റെ 6ാമത്തെ ഇന്ദ്രിയമായ, ഇവിടെ 6ാമത്തെ ഇന്ദ്രിയം ഏതാ? മനസ്സ്. ആ മനസ്സിനെയും കൂടെ അടക്കുമ്പോൾ നമ്മൾ ആരാകും? സ്ഥിതപ്രജ്ഞനാകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഈ കൂർമാവതാരത്തെ വെച്ചിട്ട് ഈ കൂർമ്മം,
ഈ കൂർമ്മത്തിനെ ഇപ്പൊ ഇവിടെ എല്ലാം ഒരു ആമ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ആ ആമയുടെ അടുത്തോട്ട് ചെല്ലുകയാണെങ്കിൽ ആമ എന്താ ചെയ്യുന്നത്? ആമയുടെ 4 കാലും വലിച്ചകത്തോട്ട് എടുക്കും, വാലും അകത്താക്കും, തലയും അകത്താക്കും. എത്ര അകത്താക്കി? അതിന്റെ 6 ഇന്ദ്രിയവും അകത്തോട്ടാക്കി അല്ലേ? അതാണ് ഇവിടെ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ ഈ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ പുതിയൊരു വസ്ത്രം വാങ്ങിയിട്ട്, അപ്പോൾ പഴയ വസ്ത്രം ഊരിയിട്ട് പുതിയ